ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ ബ്രദറിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ്. അത് വരാപ്പുഴയിലാണ്, എൻ്റെ അമ്മ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് അവനൊരുക്കാനും പള്ളിയിൽ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ നെയ്ബറിൻ്റെ വീട്ടിലും കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ അതിനും വരണം 11 മണിയാകുമ്പോൾ. അപ്പോൾ അവിടുത്തെ ചേച്ചി, അവിടെ 2 പട്ടികളുണ്ട്, അവർ രണ്ടുപേരും പുറത്താക്കി കിട്ടുവാണ്, കാരണം ഗസ്റ്റൊക്കെ വരാനുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. 11 മണിയാകുമ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴേക്കാണ് നമ്മുടെ വീട്ടിൽ ആശാൻ അവിടെ നിൽപ്പുണ്ട്, പീക്കു. അപ്പോൾ കുറേ ദിവസമായിട്ട് വീണ്ടും അങ്ങോട്ട് വരാറില്ല, കാരണം വേറൊന്നുമല്ല, കുറ്റം പറയാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ് നമ്മുടെ അവിടെ. ഒരു 10-11 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്ത് ടൈലൊക്കെ ഭയങ്കര ചൂടായിട്ട് പൊള്ളിക്കിടക്കും. അപ്പോൾ ഇതിന് വന്നു കഴിഞ്ഞാലും കിടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ വരാറില്ല. പിന്നെയും പോയി നിൽക്കുന്നത് തറവാട്ടിലാണ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ തണുപ്പുണ്ട്, മരങ്ങളൊക്കെ ചുറ്റുമുള്ളത് കൊണ്ടും ബെല്ലയ്ക്ക് ഒക്കെ ഏകദേശം ചേർന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടും ഇവൻ അവിടെ മണ്ണിൽ പോയാണ് കിടക്കാറുള്ളത്. അപ്പം ഞങ്ങൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കാറിൻ്റെ പുറകെ കുറേ ദൂരം ഓടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ കടയിൽ പോകും, ആൻറ്റിമാരൊക്കെ വരികയാണെങ്കിൽ അവരെ ആക്കാൻ പോകും. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ആശാനുള്ളത്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി അപ്പച്ചനെയും അമ്മച്ചിനെയൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ അവരെയൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അപ്പച്ചൻ ബെല്ലയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ പോണേ മുന്നേ ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ ഇവനെ കണ്ടപ്പോഴത്തേക്കും വേഗം തന്നെ ഇവനുള്ള ഫുഡ് കൊടുത്തു. ഫുഡ് എന്നാ അപ്പം ഞങ്ങൾ പോയാലും ഒരു 11-12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് തിരിച്ച് വരുന്നുണ്ട്, ഞാനും ഹസ്ബൻഡും മാത്രം. അപ്പം ഞങ്ങൾ ഇവർക്കുള്ള സെക്കൻഡ് മീലും എടുത്തിട്ട് പോരാമെന്നുള്ള പ്ലാനിലാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വലിയ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടില്ല. നിന്റെ കുർബാനക്കുള്ളപ്പാടായിട്ട് നീ എന്തെങ്കിലും ഇരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ പട്ടിക്കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത പോലെ തന്നെ ഇവിടെയും 2-3 പേരൊക്കെ വരാറുണ്ട്. അതിലൊരാളാണ് കേട്ടോ ഈ ഒരു തത്തമ്മ. ഡെയിലി ഇവിടെ വരും, വൈകിട്ടും രാവിലെയും. അപ്പോൾ ഇവർ അതിനുള്ള ഫുഡൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആശാൻ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന സീനാണ് ഞങ്ങൾ ഈ കാണുന്നത്. ഈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളത് പെൺകുട്ടികളുടെ കാര്യത്തിലാണ് കേട്ടോ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ്യൂംസും മേക്ക് ഓവറും മേക്കപ്പൊക്കെ ചെയ്തിറങ്ങുമ്പോൾ ഒരു രസമാണ് അവരെ കാണാനായിട്ട്. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് നമുക്ക് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ അവനെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒഴിവാക്കിയില്ല. എന്തൊക്കെയോ ഞാൻ അവൻ്റെ മുഖത്തും വാരി പൊത്തിയായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ ഞാൻ വേഗം ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞ ഒരുത്തിന് ഓടിപ്പോയായിരുന്നു. ഓടിപ്പോയി തന്നെ സോക്സ് ഒക്കെ ഇടുവാണ്. എടാ ഇപ്പഴല്ലടാ ഈ സമയം കൊണ്ട് നീ മുഷിഞ്ഞോട്ടാ. ആരൊക്കെ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ഒരുങ്ങി മിടുക്കനാവുന്നായിരുന്നു അച്ചക്കുട്ടൻ്റെ പുറപ്പാട്. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. പിന്നെ വേഗം ഒരു ഒരുങ്ങലായിരുന്നു, അപ്പനെ റെഡിയാക്കുമായിരുന്നു. അങ്ങനെ അപ്പൂനെ പള്ളി കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് തറവാട്ടിലെത്തി. അപ്പോൾ ആൻമോൾ ഒരുക്കണേനി എന്റെ പോലെ മുടി വെട്ടിക്കണ ഒരാള്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയുടെ നാടൻ തപ്പാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ പെട്ടിയാണ് ഇത്. കുറേ പഴക്കമുള്ളതാണ്. കല്യാണം കഴിഞ്ഞ പെണ്ണിന് അലമാര കൊടുത്തു വിടുന്നത് പോലെ അലമാരയ്ക്ക് പകരം കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലത്തെ കുഞ്ഞി പെട്ടികളാണ്. അപ്പോൾ അമ്മ അന്ന് കല്യാണം കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു പെട്ടിയാണ് കൊടുത്തത്. ആ പെട്ടി തന്നെയാണ് അമ്മ ഇന്നും ഡ്രസ്സ് സൂക്ഷിക്കുന്നത് കേട്ടോ. എവിടെ നോക്കട്ടെ തിരിഞ്ഞേ. അവളെ ഞാൻ നല്ല ക്യൂട്ടായിട്ട് ഒരുക്കി എടുത്തിട്ട് അവളൊരു ഫോട്ടോ പോലും എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ പുറകെ നടക്കുന്നതിന് അത്രപ്പാട്. അവൾ ക്യാമറ കാണുമ്പോഴേക്ക് ഓടിക്കളയാ. ചില നേരത്തെ കുസൃതികൾ അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ജങ്കാറിന് കയറി വീട്ടിൽ പോയി ഒരുങ്ങി കല്യാണമൊക്കെ കൂടി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോന്നു. ഈ ഒരു വെയിലത്ത് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ചൂട്. എന്നാൽ പിന്നെ കുറച്ച് നേരം പുഴയത്ത് ചൂണ്ടിടാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നൈറ്റിയൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ പോയത്. ചൂടായതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ കുപ്പായ കൂരി മാറ്റി നൈറ്റി ഇട്ടായിരുന്നു. പിന്നെ നമ്മളുടെ വീടിനടുത്ത് ഒരു 100 മീറ്റർ പോലും ഇല്ല. അപ്പോൾ അത്ര അടുത്താണ് കടവും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വലയിടാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഒരു രസത്തിന് പോയി ചൂണ്ടിടാറുണ്ട്. അപ്പം ഞങ്ങൾ പോയിരുന്നായിരുന്നു. കിട്ടി 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 കിട്ടി.
സംഭവം ഒരു രസത്തിന് പോയിരുന്നാണെങ്കിലും കിട്ടിയതൊക്കെ കരിമീനായിരുന്നു. ഇന്ന് ഞാൻ മീൻ പിടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് വാശിക്കിറങ്ങി എൻ്റെ കെട്ടിയാൻ പല ഭാഗങ്ങളിലായിട്ട് വലയിടുന്ന പോലെ ചൂണ്ടയിട്ടിട്ടും മീൻ കിട്ടിയില്ല. അതിന് സൗണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അതെന്ത് സൗണ്ട് ആയിരുന്നു? കിട്ടിയാ കിട്ടിയാ കിട്ടി. നെക്സ്റ്റ് തോൽവിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫാമിലി മീറ്റിംഗ് ഗെറ്റ് ടുഗദർ പോലെ എല്ലാരും ഉണ്ട്. അങ്ങനെ ഞങ്ങളെ കാണാതായപ്പോഴത്തേക്കും കുറച്ച് പേരായിട്ട് വീട്ടിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ആളെണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അതേസമയം അവിടെ ചീനവല ഇട്ടായിരുന്നു. വലയിട്ടും 1-2 കരിമീനെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് മീനെ വളർത്തുന്നുമുണ്ട്. അപ്പോൾ അതിന് തീറ്റ കൊടുക്കുകയാണ് ഈ കാണുന്നത്. അഭിമാന പ്രശ്നമായതുകൊണ്ട് പയ്യെ ചൂണ്ട തന്ന എൻ്റെ കെട്ടിയവൻ രാജിവെച്ചു. തൊട്ടു പുറകെ ചേച്ചിയും ചേട്ടനും അങ്കിളൊക്കെ വന്നായിരുന്നു. അവരെല്ലാവരും കൂടെ ഇരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ കപ്പയാണ് ഇരയായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് വെച്ചത്. അതിനുശേഷം ഞങ്ങൾ ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് കിട്ടി കള്ളത്തിന് കിട്ടി. കിട്ടിയിരിക്കാണ് കരിമീൻ കുഞ്ഞ്. വാവ്, പെടക്കാണ്ട് നിക്ക്. അങ്ങനെ എനിക്കും കിട്ടി 3 പള്ളത്തീന. നാണം കിട്ടി. എങ്കിലും 4 കരിമീന്. ഇതൊക്കെയായിട്ട് ഞങ്ങൾ രാജകീയമായി എൻട്രി ചെയ്തു. അതോടുകൂടി നമ്മുടെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ ബൈ.